ബെതാലതല ഗ്രാമത്തിൽ പുതിയൊരു സന്യാസ സമൂഹം സേവനത്തിനെത്തി. പുതിയതായി രൂപമെടുത്ത ഇലക്ട്രിസിറ്റി ഇപ്പോഴും കടന്നുവരാത്ത ഞങ്ങളുടെ ഇടവകയിൽ മൂന്നാമത്തെ സന്യാസ സഭയാണ് ഇപ്പോൾ സേവനത്തിനെത്തുന്നത്. 4 വർഷത്തിനുള്ളിൽ CMI വൈദികർക്കും സലേഷ്യൻ സന്യാസിനികൾക്കും ശേഷം ഒരു കർമ്മലീത്ത സഭ. ഉപവിയുടെ എളിയ കർമ്മലീത്തർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. വെവ്വേറെ സമൂഹങ്ങളിലാണെങ്കിലും ഈ സഭയിൽപ്പെട്ട വൈദികരും സഹോദര സന്യാസികളും സന്യാസിനികളും ഒത്തൊരുമിച്ചാണ് അവരുടെ സേവനങ്ങൾ രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും. വിശുദ്ധ മദർ തെരേസയുടെ സന്യാസിനികൾ ചെയ്യുന്നതുപോലെ പ്രധാനമായും ശാരീരികമായി പോരായ്മകളുള്ള വെല്ലുവിളികളുള്ള ചെറിയവരെയും വലിയവരെയും അവർ സ്വീകരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അവരുടെ ഭവനത്തിൻ്റെ പേർ എല്ലാ സമൂഹങ്ങളിലും ഒന്ന് തന്നെ, ഉപവിയുടെ ഭവനം. അത് ബെതാലതല ഗ്രാമത്തിലായാലും തലസ്ഥാനമായ അന്താനറിവിലായാലും ഒരേ നാമം, ഒരേ ശുശ്രൂഷ. ഫിനറൻസുവിലെ ആർച്ച് ബിഷപ്പായ ഫുൾഷൻസ് പിതാവാണ് മഡഗാസ്കറിൽ ഈ സന്യാസ കൂട്ടായ്മയുടെ രക്ഷിതാവ്. അദ്ദേഹം ഞങ്ങളുടെ ബിഷപ്പിന്റെ കൂടെ ഇവിടെ വരികയും പുതിയ സമൂഹത്തിന്റെ വെഞ്ചിരിപ്പിനും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കൃതജ്ഞതാഗാനം ആലപിച്ച സമയം പ്രതീകാത്മകമായി വിറകും കലവും അടുപ്പും കൊണ്ടുവരപ്പെട്ടു. പുതിയ സമൂഹത്തിൽ നന്മകൾ കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും അൾത്താരമേശയ്ക്ക് മുൻപിൽ അണിനിരുന്നു. പിതാക്കന്മാരുടെ ആശീർവാദം സ്വീകരിച്ചു. തമ്പുരാന്റെ വിളി കേട്ട് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഭാഗമാകുവാൻ വന്ന പുതിയ 4 സന്യാസിനികൾക്ക് പ്രത്യേകമായി ആശീർവാദം നൽകപ്പെട്ടു. സിസ്റ്റേഴ്സ് ഇയാറി, പോളിൻ, ജോർഷത്ത്, തീന എന്നിവരാണവ. ഞങ്ങളുടെ ദേവാലയം വളരെ ചെറുതായതുമൂലം പഞ്ചായത്തിലെ പൊതുയോഗം കൂടുന്ന സ്ഥലത്തായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാന സമാപിച്ചപ്പോൾ ഉച്ച കഴിഞ്ഞ് 1 മണി ആകാറായി. കർമ്മങ്ങൾക്ക് ശേഷം പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്ന് ഒരു തീർത്ഥയാത്രയായി എല്ലാവരും പുതിയ ഉപവി ഭവനത്തിലേക്ക് തിരിച്ചു. നല്ല വെയിലത്ത് തന്നെ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നടന്നു. ആർച്ച് ബിഷപ്പാണ് പരിശുദ്ധ കുർബാനയേന്തി ഈ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകിയത്. ഉപവിയുടെ ഭവന കവാടത്തിലെത്തിയപ്പോൾ മറ്റൊരു ചടങ്ങ് കൂടെയുണ്ടായി. റിബൺ മുറിച്ച് ഔദ്യോഗിക പ്രവേശനവും തുടർന്ന് ഭവന വെഞ്ചിരിപ്പും നടത്തപ്പെട്ടു. ബെതാലതല ഗ്രാമത്തിലെ വെളിച്ചമാകുവാൻ, ഉപവി പ്രവർത്തനങ്ങളിലൂടെ തമ്പുരാന്റെ സ്നേഹത്തിന്റെ കാണപ്പെടുന്ന രൂപങ്ങളാകുവാൻ ഈ സഹോദരി സന്യാസിനികളെ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ, തളിയത്ത്.